ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് ഹമീദ് ഫൈസി. നമ്മൾ ഇന്ന് പങ്കുവെക്കാൻ പോകുന്നത് 5ാം സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിലെ പീലിയുടെ ഗ്രാമം എന്ന പാഠഭാഗമാണ്. തുടങ്ങാം നമുക്ക്. കൂട്ടുകാരെ, അവധിക്കാലം തീരാൻ പോവുകയാണ്. അതിനു മുമ്പ് പീലി സഹപാഠികളെ തൻ്റെ ഗ്രാമത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഗ്രാമം സന്ദർശിക്കാനായുള്ള ഒരുക്കത്തിലാണ് പീലിയുടെ കൂട്ടുകാരായ 4 പേർ. നിങ്ങൾക്കും യാത്രകൾ ഇഷ്ടമല്ലേ? നമുക്കും അവർക്കൊപ്പം പീലിയുടെ ഗ്രാമത്തിൽ ഒന്ന് പോയാലോ? യാത്രയ്ക്ക് മുമ്പ് നമുക്ക് പരസ്പരം ഒന്ന് പരിചയപ്പെടാം. ആദ്യത്തെ ആൾ നീനു ആണ്. നീനു ഒരു വീൽ ചെയറിലാണ് സഞ്ചരിക്കുന്നത്. ആദ്യം നീനുവിനെ സ്വയം പരിചയപ്പെടുത്തുകയാണ്. ഞാൻ നീനു. ഞാൻ സഞ്ചരിക്കുന്നത് വീൽ ചെയറിലാണ്. എൻ്റെ വീട് നഗരത്തോട് ചേർന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ ക്വാർട്ടേഴ്സിലാണ്. എനിക്ക് ഒരു അനിയൻ കൂടിയുണ്ട്. നീനുവിനെ സ്വയം പരിചയപ്പെടുത്തിയതാണ് നമ്മളിപ്പോൾ കേട്ടത്. അടുത്ത ആളാണ് അപ്പു. അപ്പു അവനെ പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ പേര് അപ്പു. നഗരത്തിലെ ഒരു ചേരിയിലാണ് എൻ്റെ വീട്. അമ്മ മാത്രമാണ് എനിക്കുള്ളത്. തുണിമിൽ തൊഴിലാളിയാണ് എൻ്റെ അമ്മ. അപ്പോൾ അപ്പു എന്താണ്? അപ്പു നഗരത്തിലൊരു ചേരിയിലാണ് താമസമെന്നാണ് അപ്പു പറയുന്നത്. അവന് അമ്മ മാത്രമേ ഉള്ളൂ. ആ അമ്മയോ തുണിമിൽ തൊഴിലാളിയാണ്. അങ്ങനെയാണ് അപ്പുവിനെ പരിചയപ്പെടുത്തിയത്. മൂന്നാമത്തെ ആളാണ് വിക്കി. വിക്കി അവനെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. എൻ്റെ പേര് വിക്കി. നഗരത്തിലെ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ പപ്പ ഒരു ബിസിനസ്സുകാരനാണ്. എൻ്റെ മമ്മി സ്വന്തമായി ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്നുണ്ട്. മനസ്സിലായില്ലേ വിക്കി എല്ലാവർക്കും? നഗരത്തിലാണ് വിക്കിയുടെ വീട്. വിക്കി താമസിക്കുന്നത് നഗരത്തിലെ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ്. പപ്പ ഒരു ബിസിനസ്സുകാരനാണ്. മമ്മി സ്വന്തമായി ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്ന ആളാണ്. നാലാമത്തെ ആളാണ് ചമേലി. ചമേലിയെ നമുക്ക് പരിചയപ്പെടാം. ചമേലി പറയുകയാണ്, ഞാൻ ചമേലി. ഞങ്ങൾ ആസാം സ്വദേശികളാണ്. ഞാനും മായും പപ്പയും വർഷങ്ങളായി കേരളത്തിലാണ് താമസിക്കുന്നത്. എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ കേരളത്തിലെത്തിയത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ കൂട്ടമായി താമസിക്കുന്ന ഒരിടത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇതാണ് ചമേലി പറഞ്ഞത്. ചമേലി ആസാം സ്വദേശിയാണ്. ചമേലിയും ചമേലിയുടെ അമ്മയും പപ്പയും വർഷങ്ങളായിട്ട് കേരളത്തിലാണ് താമസിക്കുന്നത്. 5 വയസ്സുള്ളപ്പോൾ ചമേലിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് അവർ കേരളത്തിലേക്ക് വന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരെല്ലാവരും കൂടി കൂട്ടമായി താമസിക്കുന്ന ഒരു സ്ഥലത്താണ് ചമേലി താമസിക്കുന്നത്. 4 പേരെയും നമ്മൾ പരിചയപ്പെട്ടു. ഇനി കൂട്ടത്തിലെ അഞ്ചാമത്തെ ആളായി വരുന്നത് ആരാണെന്നറിയാവോ? അത് നമ്മൾ തന്നെയാണ്. ഈ 5ാമത്തെ ആൾ നമ്മളാണെന്ന് സ്വയം കരുതുക മനസ്സിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 4 പേര് പരിചയപ്പെടുത്തിയില്ലേ? 5ാമതായി നമ്മളെ സ്വയം പരിചയപ്പെടുത്തണം. എന്താണ് നമ്മുടെ പേര്? നമ്മൾ എവിടെയാണ് താമസിക്കുന്നത്? അച്ഛനും അമ്മയ്ക്കും എന്താണ് ജോലി? ഇതെല്ലാം നമുക്ക് പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ പറയാവുന്ന കാര്യങ്ങളാണ്. പരിചയപ്പെടുത്തുന്നതിനായി പാഠഭാഗത്ത് തന്നെ അതിനുള്ളൊരു സ്പേസ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളെ വരച്ച് നമ്മുടെ ചിത്രം വരയ്ക്കണം. അതുപോലെ തന്നെ എൻ്റെ പേര് എന്താണെന്ന് എഴുതി നമ്മളെക്കുറിച്ചുള്ളൊരു ഷോർട്ടായിട്ടുള്ളൊരു കാര്യങ്ങൾ അതിനകത്ത് എഴുതണം. ഓക്കെ, നമുക്ക് തുടരാം. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് അതിഥി തൊഴിലാളികൾ എത്തുന്നുണ്ട്. അതിഥി തൊഴിലാളികളായി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ആളുകൾ എത്തുന്നുണ്ട്. അവർ വരുന്നത് ആസാം, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. കൂടുതൽ ആളുകളും വരുന്നത്. അവരുടെ മക്കളെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നു. അങ്ങനെ ചമേലിയും കേരളത്തിൽ പഠിക്കുന്നുണ്ട്. മാ എന്നും പപ്പ എന്നുമാണ് ചമേലി അമ്മയെയും അച്ഛനെയും വിളിക്കുന്നത്.
ചമേലി എന്താണ് അമ്മയെയും അച്ഛനെയും വിളിക്കുന്നത്? ചമേലി അവളുടെ അമ്മയെ വിളിക്കുന്നത് മാ എന്നും അച്ഛനെ വിളിക്കുന്നത് പാപ്പ എന്നുമാണ്. അതുപോലെ തന്നെ നിങ്ങൾ സ്വയം പരിചയപ്പെടുത്തിയില്ലേ നിങ്ങളെ? നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ വിവരങ്ങളോടൊപ്പം നിങ്ങളുടെ ഹോബി, ഒഴിവു സമയം ചിലവഴിക്കുന്ന രീതികൾ, ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ എന്നിവയെല്ലാം ചേർത്ത് വിപുലപ്പെടുത്തിയ വ്യക്തിഗത പ്രൊഫൈൽ, അതായത് വ്യക്തിഗത വിവരങ്ങൾ അടങ്ങിയ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കാൻ ശ്രമിക്കണം. ടീച്ചറുടെ സഹായവും ഇതിന് നിങ്ങൾക്ക് ടീച്ചറുടെ സഹായവും ഉണ്ടാവും. അപ്പോൾ നമുക്ക് യാത്രക്കൊരുങ്ങാം. ആദ്യമായി നീനു പറയുകയാണ്. നീനു ആരാ? വീൽ ചെയറിലിരിക്കുന്ന കുട്ടിയാണ് നീനു. നീനു പറയുന്നു, നമ്മൾ എത്രയോ കാലമായി ആഗ്രഹിക്കുന്ന യാത്രയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. വീട്ടിൽ നിന്നൊന്ന് സമ്മതിച്ച് കിട്ടാൻ ഞാൻ കുറേ പാടുപെട്ടു. എല്ലായിടത്തും പോകാറുള്ള ആളല്ല ഞാനെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കാരണം അറിയാമല്ലോ നിങ്ങൾക്ക്, നീനുവിന് എല്ലായിടത്തും പോകാൻ കഴിയില്ല. കാരണം എന്താ? നീനു ഒരു വീൽ ചെയറിൽ സഞ്ചരിക്കുന്ന കുട്ടിയായതുകൊണ്ട് നീനുവിന് എല്ലായിടത്തും പോകാൻ സാധിക്കാറില്ല. അതാണ് നീനു പറയുന്നത്. രണ്ടാമതായി വിക്കി പറയുകയാണ്, പപ്പായും അമ്മയും മനസ്സോടെയാണ് എന്നെയും വിട്ടത്. എന്നെ ദൂരത്തേക്കൊന്നും ഒറ്റയ്ക്ക് വിടാറില്ല. സമ്മതം കിട്ടാൻ നന്നായി ശ്രമിക്കേണ്ടി വന്നു. എനിക്കിവിടെ ആകെയുള്ള കൂട്ടുകാർ നിങ്ങളാണ്. അവിടെ പോയി ഒന്നും കഴിക്കരുതെന്ന് മമ്മി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇതാണ് വിക്കിയുടെ മാതാപിതാക്കൾ വിക്കിയോട് പറഞ്ഞു വിട്ടത്. അവിടെ പോയി ഒന്നും കഴിക്കരുത് എന്നൊക്കെയാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത് വിക്കിയോട്. അടുത്തതായി നമുക്ക് കേൾക്കാനുള്ളത് ചമേലി എന്താണ് പറയുന്നതെന്നാണ്. ചമേലി പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. ചമേലി പറയുകയാണ്, ഞാൻ എവിടെ പോയാലും മാക്ക് പേടിയാണ്. ഇവിടെ മിക്ക ആൾക്കാരും ഒരു അകൽച്ചയോടെയാണ് ഞങ്ങളോട് പെരുമാറുന്നത്. ഞാൻ പീലിയോട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവളുടെ നാട്ടിൽ ആരും അകൽച്ച കാണിക്കില്ലെന്ന് പീലി ഉറപ്പ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വരുന്നത്. ഇതാണ് ചമേലി പറഞ്ഞത്. അടുത്തതായി നമ്മുടെ അപ്പുവാണ് പറയുന്നത്. അപ്പു പറയുകയാണ്, അമ്മ എതിർപ്പൊന്നും പറഞ്ഞില്ല. ഞാൻ പോകുമ്പോൾ അമ്മ വീട്ടിൽ ഒറ്റയ്ക്കാവും എന്ന വിഷമമുണ്ട്. ഒരു ദിവസത്തേക്കല്ലേ, കുഴപ്പമില്ല. ഇതാണ് അപ്പു പറഞ്ഞത്. അടുത്തതായി ആരാണ് പറയുന്നത്? അത് നമ്മളാണ് പറയുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഈ യാത്രയിൽ ചേരുന്നില്ലേ? നിങ്ങളും ഇവർക്കൊപ്പം യാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കുകയല്ലേ? നിങ്ങൾക്കും ഉണ്ടാവില്ലേ ചില ആശങ്കകൾ? നിങ്ങൾ അതിനായി താഴെ നിങ്ങളെ വരച്ചു ചേർത്ത് നിങ്ങളുടെ ചിന്തകൾ ഇവിടെ എഴുതുക. അതിനായി എഴുതാനുള്ളൊരു സ്പേസ് പാഠഭാഗത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ആശങ്കകൾ, നമ്മൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ എന്താണ് നമ്മുടെ മാതാപിതാക്കൾ പറയുന്നത്, അതൊക്കെ നമുക്കതിലെഴുതാം. നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വന്ന ഇവർ എങ്ങനെയാകും ഇത്ര അടുപ്പമുള്ള കൂട്ടുകാരായത്? ഇവർ സുഹൃത്തുക്കളാകാൻ ഇടയായ സാഹചര്യം നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. എന്നിട്ട് ആ സുഹൃത്തുക്കളാകാൻ ഇടയായ സാഹചര്യം സങ്കല്പിച്ച് ക്ലാസ്സിൽ ഒരു റോൾ പ്ലേ അവതരിപ്പിക്കൂ. യാത്രകൾക്ക് മുമ്പ് നമ്മൾ ചില തയ്യാറെടുപ്പുകൾ നടത്തുമല്ലോ. എങ്ങോട്ടാണ്, എന്തിനാണ്, എങ്ങനെയാണ് എന്നൊക്കെ അനുസരിച്ച് മാനസികമായ ഒരുക്കങ്ങൾ നമ്മൾ നടത്താറുണ്ട്. നമ്മൾ യാത്രയ്ക്കൊരുങ്ങുന്ന ബാഗിൽ വസ്തുക്കൾക്കൊപ്പം നമ്മുടെ ചിന്തകളും കൂടി കടന്നു വരാറില്ലേ? ഇവർ കൊണ്ടുപോകുന്ന ബാഗിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ചമേലിയുടെ ചിന്തകളാണ് പാഠഭാഗത്ത് കാണിക്കുന്നത്. മറ്റുള്ളവർ മാറ്റി നിർത്തുമോ എന്നാണ് ചമേലിയുടെ പേടി. കാരണം ചമേലി ഒരു അന്യസംസ്ഥാനത്തിൽ നിന്ന് വന്ന കുട്ടിയാണ്. അപ്പോൾ ചമേലിയെ മറ്റുള്ളവർ ഒറ്റപ്പെടുത്തുമോ, മാറ്റി നിർത്തുമോ എന്നുള്ള ആശങ്കകളാണ് ചമേലി പങ്കുവയ്ക്കുന്നത്. ചമേലിയുടെ ബാഗിൽ ചമേലിക്ക് രാവിലെ പല്ലു തേക്കാനുള്ള ബ്രഷ്, പേസ്റ്റ്, സോപ്പ്, ഉടുപ്പ്, അതുപോലെ തന്നെ പുസ്തകം, ഇതെല്ലാം ചമേലി കരുതി വച്ചിട്ടുണ്ട്. അപ്പുവിൻ്റെ ചിന്ത, അമ്മ ഒറ്റയ്ക്കല്ലേ വീട്ടിൽ, അമ്മ ഒറ്റയ്ക്കാകുമോ എന്നൊരു ചിന്തയാണ് അപ്പുവിനുള്ളത്. അപ്പുവിൻ്റെ ബാഗിലും അപ്പുവിൻ്റെ ഉടുപ്പുകളുണ്ട്. ഒരു പമ്പരവും അപ്പു കരുതി വച്ചിട്ടുണ്ട്. നീനുവിൻ്റെ ആശങ്ക എന്താണെന്നറിയാവോ?
നീനുവിൻ്റെ ആശങ്ക എല്ലായിടത്തും പോകാനാകുമോ എന്നാണ് നീനുവിൻ്റെ ആശങ്ക. നീനു അവളുടെ ബാഗിൽ കരുതിയിരിക്കുന്നത് ഉടുപ്പ് കരുതിയിട്ടുണ്ട്, പുസ്തകം കരുതിയിട്ടുണ്ട്, ഡ്രോയിങ് ബുക്ക് കരുതിയിട്ടുണ്ട്, കളർ പെൻസിലുകൾ കരുതിയിട്ടുണ്ട്, ബ്രഷ് കരുതിയിട്ടുണ്ട്, സോപ്പ് കരുതിയിട്ടുണ്ട്. ഇവയൊക്കെ നീനുവും കരുതിയിട്ടുണ്ട്. അടുത്തതായി വിക്കിയാണ്. വിക്കി എന്തെല്ലാം കരുതിയിട്ടുണ്ട്? വിക്കിയുടെ മനസ്സിൽ എന്തെല്ലാം ആശങ്കയുണ്ട്? വിക്കിയുടെ മനസ്സിലുള്ള ആശങ്ക നഗരത്തിലെ സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകുമോ എന്നതാണ് വിക്കിയുടെ മനസ്സിലുള്ള ആശങ്ക. വിക്കി അവൻ്റെ ബാഗിൽ എന്തൊക്കെ കരുതിയിട്ടുണ്ട്? അവൻ്റെ ഒരു മൊബൈൽ ഫോൺ കരുതിയിട്ടുണ്ട്, ഷവർ കിറ്റ് കരുതിയിട്ടുണ്ട്, പിന്നെ ഒരു ഡെൻ്റൽ കിറ്റ് കരുതിയിട്ടുണ്ട്. ഡെൻ്റൽ കിറ്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയില്ലേ? ബ്രഷ്, പേസ്റ്റ് എല്ലാം അടങ്ങിയ കിറ്റിനെയാണ് ഡെൻ്റൽ കിറ്റ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളെല്ലാം വിക്കിയും കരുതിയിട്ടുണ്ട്. അഞ്ചാമതായി ആരാണ്? അഞ്ചാമതായി നമ്മളാണ്. നമ്മൾ എന്തെല്ലാം സാധനങ്ങൾ യാത്രക്കായി കരുതും? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ആലോചിക്കുക? നിങ്ങളുടെ ബാഗും സാധനങ്ങളും വരച്ച് ചിന്തയും എഴുതി അവതരിപ്പിക്കുമല്ലോ. അങ്ങനെ അവർ പീലിയുടെ ഗ്രാമത്തിലേക്ക് യാത്ര തിരിച്ചു. യാത്രയിൽ നീനു പറഞ്ഞു, വീൽ ചെയറിലിരിക്കുന്ന നീനു പറഞ്ഞു, ഒന്നിച്ചൊരു യാത്രാഗാനം പാടിയാലോ? ഉടനെ തന്നെ വിക്കി ഒരു പാട്ട് പാടി. ഏത് പാട്ടാണത്? ഒന്നാം മലയിൽ കയറണ്ടേ, അവിടുന്ന് തലേങ്കുത്തി മറിയണ്ടേ. എന്താണ് വിക്കി പാടിയത്? ഒന്നാം മലയിൽ കയറണ്ടേ, അവിടുന്ന് തലേങ്കുത്തി മറിയണ്ടേ. യാത്രാഗാനങ്ങൾ നിങ്ങൾക്കും അറിയാവോ? അവ ശേഖരിച്ച് ക്ലാസ്സിൽ സംഘമായി അവതരിപ്പിക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു യാത്രാഗാനം പാഠഭാഗത്ത് എഴുതി ചേർക്കുക. അങ്ങനെ അവർ നടന്ന് ദൂരയിൽ നിന്ന് നമ്മുടെ പീലിയുടെ ഗ്രാമം അവർ കണ്ടു. ഉടനെ തന്നെ അപ്പു വിളിച്ചു പറഞ്ഞു, ഹായ്, അതാ പീലിയുടെ ഗ്രാമം. ദൂരത്ത് നോക്കുമ്പോൾ വീടുകളെല്ലാം കാണാം. അപ്പോൾ അവിടെ പീലിയെ കണ്ടു. പീലിയെ കണ്ട സന്തോഷത്തിൽ അപ്പു ഉറക്കെ വിളിച്ചു പറഞ്ഞു, അതാ പീലി. പീലിക്കുള്ള മറുപടി നിങ്ങൾ എഴുതി ചേർക്കുമല്ലോ. എന്താ വൈകിയതെന്ന്? പീലിക്കുള്ള മറുപടി എന്താണെന്ന് എഴുതി ചേർക്കണം കേട്ടോ. അങ്ങനെ പീലി ഓടി അവരുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, വരൂ, നമുക്ക് വീട്ടിലേക്ക് പോകാം. പീലിയുടെ ഗ്രാമത്തെക്കുറിച്ച് നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? പീലിയുടെ ഗ്രാമത്തിൻ്റെ ഒരു ഭാവനാ ചിത്രം നോട്ട് ബുക്കിൽ വരച്ചു നോക്കൂ. ടീച്ചറുടെ സഹായം കൂടി തേടണേ. പീലി വീട്ടിലെത്തിയപ്പോൾ പീലി അവളുടെ കൂട്ടുകാരെ അവളുടെ അമ്മയ്ക്ക് പരിചയപ്പെടുത്തുകയാണ്. അമ്മയെ കണ്ടപാടെ പീലി കൂട്ടുകാരോട് പറഞ്ഞു, ഇതാണ് എൻ്റെ അമ്മ. ഉടനെ അമ്മ എല്ലാവരെയും വീട്ടിലേക്ക് ക്ഷണിച്ചു. വരൂ, എല്ലാവരും ഒത്തിരി നടന്ന് ക്ഷീണിച്ച് കാണുമല്ലേ, നമുക്ക് ആദ്യം ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഉടനെ വിക്കി പറഞ്ഞു, എനിക്ക് കഴിക്കാനുള്ളത് വീട്ടിൽ നിന്ന് തന്നു വിട്ടിട്ടുണ്ട്, ഞാൻ അത് കഴിച്ചോളാം. നമ്മുടെ പീലി അത് സമ്മതിച്ചില്ല. പീലി പറഞ്ഞു, പിന്നെ അവൻ്റെ ഒരു ജാട. ഇത് കേട്ടപ്പോൾ പീലിയുടെ അമ്മ പറഞ്ഞു, അതൊക്കെ മോൻ എന്നും കഴിക്കുന്നതല്ലേ, ഇതൊന്ന് കഴിച്ചു നോക്കൂ. ഇവിടുത്തെ വയലിലുണ്ടായ നെല്ല് കുത്തിയ അരിയാണ് ചോറുണ്ടാക്കാൻ എടുക്കുന്നത്. പിന്നെ കപ്പയും പീലിയുടെ അച്ഛൻ പുഴയിൽ നിന്ന് പിടിച്ച മീനുമൊക്കെയാണ് ഉള്ളത്. അച്ഛനാണ് മീൻ കറി ഉണ്ടാക്കിയത്. അങ്ങനെ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി നമ്മുടെ വിക്കി ഭക്ഷണം കഴിക്കാനിരുന്നു. ഭക്ഷണം കഴിച്ചപ്പോൾ നല്ല രുചി. ഉടനെ വിക്കി പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര രുചിയുള്ള ഭക്ഷണം കഴിക്കുന്നത്. എൻ്റെ വീട്ടിൽ ഇങ്ങനെയുള്ളതേ അല്ല വാങ്ങുന്നത്. അത് കേട്ടപ്പോൾ നമ്മുടെ അപ്പു പറഞ്ഞു, പീലി, വളരെ നന്നായിട്ടുണ്ട്, എന്തു നല്ല രുചി, ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്നൊന്ന് പറഞ്ഞു തരണേ. ആ കറികൾ ഉണ്ടാക്കിയതാരാ? പീലിയുടെ അച്ഛനാണ്. അപ്പോൾ പീലി പറഞ്ഞു, നമുക്ക് അച്ഛനോട് തന്നെ ചോദിക്കാം. ഇത് കേട്ട് പീലിയുടെ അമ്മ പറഞ്ഞു, അച്ഛൻ വയലിലുണ്ടാവും, നമുക്ക് അങ്ങോട്ട് പൊക്കോ മക്കളെ. അച്ഛൻ വയലിലുണ്ടാവും, അങ്ങോട്ട് പൊക്കോളൂ, ഗ്രാമവും കാണാമല്ലോ. നമുക്ക് പീലിയുടെ അച്ഛനെ അഭിമുഖം ചെയ്താലോ? അതിനുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കൂ. ടീച്ചറുടെ പിന്തുണയും ഉണ്ടാകും. പീലിയുടെ അച്ഛനോട് നമുക്ക് എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കാം?
പീലിയുടെ അച്ഛൻ ഭക്ഷണമുണ്ടാക്കുന്ന രീതികളെല്ലാം കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു. ഇത് കേട്ടപ്പോൾ ഉടനെ നീനു പറഞ്ഞു, കൊള്ളാം, എനിക്കും പഠിക്കണം ഇതൊക്കെ ഉണ്ടാക്കാൻ. നമുക്കും ഭക്ഷണം ഉണ്ടാക്കിയാലോ? കൂട്ടുകാർക്കായി ഒരു വിഭവം ഉണ്ടാക്കിയാലോ? നിങ്ങളുടെ പരിസരത്ത് നിന്ന് ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് മുതിർന്നവരുടെ സഹായത്തോടെ ഭക്ഷണം തയ്യാറാക്കി ക്ലാസ്സിൽ കൊണ്ടുവരൂ. കൊണ്ടുവരുന്ന വിഭവങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ച് പങ്കിട്ട് കഴിക്കുമല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പു അവൻ്റെ ആശങ്കകൾ പീലിയുമായി പങ്കുവെക്കുകയാണ്. അപ്പു പറയുകയാണ്, എനിക്കിവിടെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. പക്ഷേ അങ്കിൾ, എൻ്റെ സംശയം എന്താന്ന് വെച്ചാൽ റേഞ്ചും വൈഫൈയും ഒന്നുമില്ലാതെ നിങ്ങൾക്ക് ബോറടിക്കില്ലേ? ഒരു ഗെയിം കളിക്കാൻ നിങ്ങൾ എന്തു ചെയ്യും പീലി? ഗെയിം അല്ലാതെ നിങ്ങൾ എങ്ങനെ സന്തോഷിക്കും? നഗരത്തിലായിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യാമായിരുന്നു? ഇത് കേട്ടപ്പോൾ അപ്പു പറയുകയാണ്, നഗരത്തേക്കാൾ രസം എനിക്ക് ഇവിടെയാണെന്നാ തോന്നുന്നത്. എന്തുകൊണ്ടാകും? ഒരേ നഗരത്തെപ്പറ്റി വിക്കിയും അപ്പുവും 2 തരം അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാകുക. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇത് കേട്ടിട്ട് പീലിയുടെ അച്ഛൻ പറയുകയാണ്, ഇവിടെയും പലതരം കളികളുണ്ട്. ഇവിടുത്തെ കുട്ടികൾ എങ്ങനെയാണ് കളിച്ച് ഉല്ലസിക്കുന്നത് നമുക്ക് കണ്ടുവരാം. വരൂ. അപ്പോൾ നമുക്കും പീലിയുടെ അച്ഛൻ്റെ കൂടെ ഈ ഗ്രാമത്തിലെ ഉല്ലാസങ്ങൾ കാണാൻ പോയാലോ? നിങ്ങളും ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകുമല്ലോ. എന്തൊക്കെ സന്ദർഭങ്ങളിലാണ്, എന്തൊക്കെ ലഭിച്ചാലാണ് നിങ്ങൾക്ക് സന്തോഷമുണ്ടാവുക? സ്കൂളിലെ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ സഹായത്തോടെ ടീച്ചറുടെ മേൽനോട്ടത്തിൽ എൻ്റെ സന്തോഷങ്ങൾ എന്ന പേരിൽ ഒരു സെൽഫി വീഡിയോ തയ്യാറാക്കൂ. പീലിയുടെ ഗ്രാമത്തിലൂടെ നടന്ന് എത്രത്തോളം ലളിതവും സുന്ദരവുമാണ് ആ ഗ്രാമമെന്ന് കണ്ടറിയൂ. പീലിയുടെ അച്ഛൻ അവരെ ഒരു ചന്തയിലേക്കാണ് കൊണ്ടുപോയത്. എന്നിട്ട് പീലിയുടെ അച്ഛൻ ചന്ത കാണിച്ചിട്ട് അവരോട് പറഞ്ഞു, ആഴ്ച ചന്തകളിൽ നിന്നാണ് ഗ്രാമവാസികൾ സാധനങ്ങൾ വാങ്ങുന്നതും അവർ ഉണ്ടാക്കിയ സാധനങ്ങൾ വിൽക്കുന്നതും ആഴ്ച ചന്തകളിൽ വെച്ചിട്ടാണ്. എന്തെല്ലാം സാധനങ്ങൾ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ടെന്നറിയോ? പച്ചക്കറികളുണ്ട്, മൺകുടങ്ങളുണ്ട്, തൊപ്പികളുണ്ട്, അങ്ങനെ പല പല സാധനങ്ങളും ആഴ്ച ചന്തയിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇത്തരം ആഴ്ച ചന്തകൾ, സ്ഥിരം ചന്തകൾ, വൈകുന്നേര ചന്തകൾ എന്നിവയൊക്കെ ഉണ്ടാകുമല്ലോ. മുതിർന്നവരുടെ ഒപ്പം അവിടെയെല്ലാം സഞ്ചരിച്ച് അവിടുത്തെ ഇടപാടുകൾ നിരീക്ഷിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കണം കേട്ടോ. പീലിയുടെ അച്ഛൻ പീലിയുടെ കൂട്ടുകാർക്ക് ഓലത്തൊപ്പിയും കുട്ടയും വസ്ത്രങ്ങളും സമ്മാനിച്ചു. അതിനുശേഷം പീലി അവളുടെ കൂട്ടുകാരെ ഒരു കുളത്തിൻ്റെ അടുത്തേക്കാണ് കൊണ്ടുപോയത്. പീലി പറഞ്ഞു, ഈ ഗ്രാമത്തിൽ ഇതുപോലെയുള്ള ഒട്ടേറെ കുളങ്ങളുണ്ട്. ഞാനും കൂട്ടുകാരുമെല്ലാം നീന്താൻ പഠിച്ചത് ഈ കുളങ്ങളിലാണ്. അവരെല്ലാം കുളിക്കുന്നത് കണ്ടപ്പോൾ നീനുവിന് വല്ലാതെ സന്തോഷമായി. നീനു പറഞ്ഞു, ഇവരെല്ലാം സന്തോഷിക്കുന്നത് കാണുമ്പോൾ എനിക്കും എന്ത് സന്തോഷമാണ്. അതിനുശേഷം ഒരാൾ കാളകളെ കൊണ്ടുപോകുന്നത് കണ്ടു. അത് കണ്ടപ്പോൾ പീലി പറഞ്ഞു, കൊയ്ത്തിനു ശേഷം 2ാം വിള ഇറക്കുന്നതിനായി ഉഴുതുമറിച്ച വയലിലാണ് കാളപ്പൂട്ട് മത്സരങ്ങൾ നടക്കാറുള്ളത്. അതിനുശേഷം കൂട്ടുകാരെ പീലി അവളുടെ നാട്ടിലെ ഉത്സവം കാണിക്കാൻ കൊണ്ടുപോയി. അവൾ പറഞ്ഞു, ഇത് ഞങ്ങളുടെ നാട്ടിലെ ഉത്സവമാണ്. നിങ്ങളുടെ നാട്ടിലും വിവിധ തരം ഉത്സവങ്ങൾ നടക്കാറില്ലേ? ഉത്സവങ്ങൾ, പെരുന്നാള്, ഉറൂസ്, മേളകൾ, കായിക മത്സരങ്ങൾ തുടങ്ങിയ ആഘോഷങ്ങളെക്കുറിച്ച് മുതിർന്നവരോട് ചോദിച്ച് ഒരു വിവരണം തയ്യാറാക്കൂ. മുതിർന്നവർക്കൊപ്പം അവ കാണാൻ പോയതിൻ്റെ അനുഭവവും ക്ലാസ്സിൽ പങ്കുവയ്ക്കൂ. പീലിയും കൂട്ടുകാരും നിങ്ങളും ഗ്രാമത്തിലെ കാഴ്ചകളെല്ലാം കണ്ട് രാത്രി തിരിച്ചു വരികയാണ്. ഈ നേരത്ത് നമുക്കൊരു പാട്ടുണ്ടാക്കി പാടിയാലോ? എൻ്റെ ഗ്രാമം എന്ന പേരിൽ ഒരു പാട്ടുണ്ടാക്കണം. നിങ്ങൾ കണ്ടിട്ടുള്ള ഗ്രാമങ്ങളും പീലിയുടെ ഗ്രാമവും ഒക്കെ ഉൾക്കൊള്ളുന്ന രീതിയിൽ ഒരു പാട്ടെഴുതി ക്ലാസ്സിൽ സ്വന്തം താളത്തിനനുസരിച്ച് പാടി അവതരിപ്പിക്കൂ. അതിനുശേഷം പീലിയും കൂട്ടുകാരും ഒരു കുന്നിൻ ചെരുവിൽ പോയി നക്ഷത്രങ്ങളെയും അമ്പിളിയമ്മാവനെയും കണ്ട് നിൽക്കുന്ന ഒരു ഭാഗമുണ്ട്. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് പുറത്തേക്ക് നോക്കിയാൽ
രാത്രി കാഴ്ച കാണുന്ന ഒരിടം കണ്ടെത്തൂ. എന്തെല്ലാം കാഴ്ചകളാണ് നിങ്ങൾ കാണുക? നമുക്കതൊന്ന് വരച്ചു നോക്കിയാലോ? എൻ്റെ രാത്രിയും ആകാശവും എന്ന പേരിൽ കൂട്ടുകാർ വരച്ച മുഴുവൻ ചിത്രങ്ങളും വച്ച് ക്ലാസ്സിലൊരു ചിത്ര പ്രദർശനം സംഘടിപ്പിക്കൂ. ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ നീനു പറയുകയാണ്, പീലി, നിന്റെ ഗ്രാമവും ഗ്രാമവാസികളും എത്ര സന്തുഷ്ടരാണ്. അത് കേട്ടപ്പോൾ അപ്പു പറയുകയാണ്, എനിക്ക് ഈ കാഴ്ചകളെ കുറിച്ചൊക്കെ അമ്മയോട് പറയാൻ ധൃതിയായി. അപ്പോൾ വിക്കിയും പറഞ്ഞു. വിക്കിയുടെ ചിന്തകളെല്ലാം മാറി കേട്ടോ. വിക്കി പറയുകയാണ്, നഗരജീവിതം മാത്രമാണ് രസമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇവിടെ എത്തിയപ്പോൾ ആ ധാരണ മാറി. അത് കേട്ട് ചമേലി പറയുകയാണ്, എൻ്റെ നാട്ടിലെ ഗ്രാമവും ഇതുപോലെയൊക്കെയാണ് എന്ന് മാ പറഞ്ഞിട്ടുണ്ട്. കാരണം ചമേലിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് കേരളത്തിലേക്ക് വന്നത്. അതുകൊണ്ട് ചമേലിയുടെ നാട്ടിലെ ഉത്സവങ്ങളും കാര്യങ്ങളൊന്നും ചമേലി കണ്ടിട്ടില്ല. അതുകൊണ്ട് ചമേലിയുടെ അമ്മ പറഞ്ഞ വിവരമാണ് ചമേലിക്ക് അറിയാവുന്നത്. അതുകൊണ്ടാണ് ചമേലി അങ്ങനെ പറഞ്ഞത്, എൻ്റെ നാട്ടിലെ ഗ്രാമവും ഇതുപോലെയൊക്കെയാണ് എന്ന് മാ പറഞ്ഞിട്ടുണ്ട് എന്ന്. നിങ്ങൾക്കൊപ്പം പീലിയുടെ ഗ്രാമത്തിൽ വന്ന കൂട്ടുകാർ അവരുടെ അഭിപ്രായം പങ്കുവച്ചല്ലോ. നിങ്ങൾക്കും പീലിയുടെ ഗ്രാമത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടാവില്ലേ? ഗ്രാമക്കാഴ്ച നിങ്ങളെ എങ്ങനെയെല്ലാം സ്വാധീനിച്ചുവെന്ന് ഒരു കുറിപ്പുണ്ടാക്കൂ. അതിവിടെ എഴുതി ചേർക്കൂ. പീലിയുടെ ഗ്രാമത്തിലേക്ക് പുറപ്പെടും മുമ്പ് നിങ്ങൾക്കും പീലിയുടെ മറ്റു കൂട്ടുകാർക്കും സന്തോഷത്തെക്കുറിച്ചും പീലിയുടെ ഗ്രാമത്തെക്കുറിച്ചും മറ്റുള്ളവരുടെ ജീവിതങ്ങളെക്കുറിച്ചുമെല്ലാം ധാരാളം മുൻധാരണകൾ ഉണ്ടായിരുന്നില്ലേ? അത്തരം ചിന്തകളിലൂടെയല്ലേ അതുവരെയും നിങ്ങൾ ലോകത്തെ നോക്കിക്കണ്ടത്? ഈ യാത്രക്കിടയിൽ നിങ്ങൾ പല മുൻധാരണകളും ഉപേക്ഷിച്ചില്ലേ? പുതിയ ചില അനുഭവങ്ങളും അറിവുകളും നേടിയില്ലേ? പീലിയുടെ കൂട്ടുകാർ പറയുന്നത് കേൾക്കൂ. വിക്കി പറയുകയാണ്, നഗരത്തിലെ മുന്തിയ സൗകര്യങ്ങൾ കൊണ്ടേ സന്തോഷമുണ്ടാകൂ എന്നാണ് ഞാൻ കരുതിയത്. എൻ്റെ ആ ചിന്ത മാറി. ഇത് കേട്ട് അപ്പു പറയുകയാണ്, വിക്കി പറഞ്ഞതുപോലെ ഞാനും ചിന്തിച്ചിരുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സന്തോഷം അവിടെ ഉണ്ടായിരുന്നു. എല്ലായിടത്തും സന്തോഷമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അടുത്തതായി ചമേലിയാണ് പറയുന്നത്. ചമേലി പറയുകയാണ്, എന്നെ എല്ലാവരും മറ്റൊരു നാട്ടിൽ നിന്ന് വന്ന കുട്ടിയായി കണ്ട് മാറ്റി നിർത്തുമോ എന്ന ഭയം എനിക്കുണ്ടായിരുന്നു. അത് മാറി. ഇത് കേട്ടപ്പോൾ നീനു പറയുകയാണ്, എനിക്ക് ഈ കാഴ്ചകളും സന്തോഷങ്ങളും അനുഭവിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചതേയില്ല. അങ്ങനെ അവരെല്ലാം നീനുവിൻ്റെ ഗ്രാമത്തിൽ വന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. 4 പേരും അവരുടെ മുൻധാരണ തിരുത്തി പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? പീലിയുടെ ഗ്രാമത്തിലൂടെ നിങ്ങളും സഞ്ചരിച്ചില്ലേ? ഈ യാത്രക്കിടയിൽ നിങ്ങൾക്ക് എന്തെല്ലാം പുതിയ അറിവുകളാണ് ഉണ്ടായത്? നിങ്ങളുടെ അനുഭവം കൂട്ടുകാർക്ക് പങ്കുവയ്ക്കൂ. ഇതോടുകൂടി നീനുവിൻ്റെ ഗ്രാമത്തെക്കുറിച്ചുള്ള കാഴ്ചകളും എല്ലാം ആ പാഠഭാഗം അവസാനിക്കുകയാണ്. തുടർ പ്രവർത്തനങ്ങളായിട്ട് ഗ്രാമ-നഗര പ്രദേശങ്ങളുടെ പ്രത്യേകതകൾ സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ ശേഖരിച്ച് ആൽബം തയ്യാറാക്കുക. നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്തെ സാമൂഹിക വിശേഷതകൾ ഉൾപ്പെടുന്ന ഒരു വീഡിയോ ഡോക്യുമെൻ്ററി ടീച്ചറുടെ പിന്തുണയോടെ തയ്യാറാക്കുക. എൻ്റെ നാട്ടിലെ ഉല്ലാസങ്ങൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കുക. സെമിനാറിൽ ഉൾപ്പെടുത്തേണ്ടവ പരിസ്ഥിതി, ഭക്ഷണ രീതികൾ, കൃഷി, മാർക്കറ്റ്, കളികൾ, കളിസ്ഥലങ്ങൾ, ആഘോഷങ്ങൾ, രാത്രികാല കാഴ്ചകൾ. ഓക്കെ കൂട്ടുകാരെ, നമുക്കിനി അടുത്ത പാഠഭാഗത്തിൽ കാണാം. താങ്ക് യു.